എന്റെ കൊച്ചുകള്ളി ത്രിശിയക്കുട്ടി മണ്ണിപ്പെണ്ണെ. എന്താ ചേട്ടാ? ആരൊക്കെ എതിർത്താലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിന്റെ താലിയിൽ ഞാൻ കഴുത്ത് കെട്ടിയിരിക്കും. നിന്റെ കെട്ടിയിൽ ഞാൻ കഴുത്ത് താലിയിരിക്കും. ഐ ആം ഷാരി. എങ്ങനെയെങ്കിലും നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. പക്ഷേ ചേട്ടാ, നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ഫാമിലിയാണല്ലോ പ്രശ്നം. എനിക്ക് പണമില്ല എന്നാണ് നിന്റെ ആങ്ങള പറയുന്നത്. പണമില്ലാത്തവൻ പിണമാണ്. പിണം. നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? ഞാൻ പണമുണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ചേട്ടാ? ഞാൻ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കുകയാണ്. എന്റെ ക്വാളിഫിക്കേഷനുമായി ഞാൻ ബാംബയ്ക്ക് പോവുകയാണ്. ഞാൻ കാശുണ്ടാക്കി തിരിച്ചു വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? പോയി വരും. 7 തിരി വിളക്കിൽ എണ്ണ ഒഴിച്ച് ഞാൻ കാത്തിരിക്കും. എല്ലാം നേടി വലിയ പണക്കാരനായിട്ട് തിരിച്ചു വരും. എന്നും നീ മാത്രമായിരിക്കും എന്റെ മനസ്സിൽ. നീ മാത്രം. ജയഭാരതിക്ക് സുഖമാണ്. എന്നതാടി ആലോചിക്കുന്നേ? നിന്റെ കപ്പല് മുങ്ങിയോ അതോ വെള്ളം മറിഞ്ഞോ? ഞാൻ എന്റെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് ആ നിത്യവസന്തത്തിനെയാണ്. അയാള് ബോംബെയിൽ പോയി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. നമുക്ക് വേറെ ആലോചിക്കാം. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ല, ചെയ്യില്ല. നീ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? എന്താ? അല്ല, സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വളരെ ദൈവങ്ങളാണ് സത്യം. സത്യം, സത്യം, സത്യം. ഇത് ഞാൻ നടത്തിയിരിക്കും, നടത്തിയിരിക്കും, നടത്തിയിരിക്കും. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചിരിക്കും, മരിച്ചിരിക്കും, മരിച്ചിരിക്കും. വേണ്ടെങ്കിൽ വേണ്ട. മറിയമേ കൊണ്ട് ഞാൻ കെട്ടിച്ചിരിക്കും. മറിയാമേ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ലേ? മറിയമേ താൻ കണ്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, എന്റെ പെങ്ങളായതുകൊണ്ട് പറയാമല്ല, അവളെ ഒന്ന് കാണണം. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്. ആ പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്. ആ പൈനാപ്പിൾ പോലൊരു പെണ്ണ്. പൈനാപ്പിൾ പൈനാപ്പിൾ എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് വന്ന് നിക്കണ കണ്ടില്ലേ ഒരു കൂഴച്ചക്ക. നല്ല പരുവത്തിൽ പൈനാപ്പിൾ പോലെ ഇരുന്നത്, മൂത്ത് പറഞ്ഞപ്പോ കൂഴച്ചക്ക പോലെ ഇരുന്ന് പഠിച്ച കാക്ക കുത്തുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടാൻ പറ്റിയ ചെറുക്കന്മാര് വല്ലതും തന്റെ കയ്യിലുണ്ടോടൂ? ഈ ചക്കക്ക് പറ്റിയൊരു ചെക്കൻ എന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇരുമ്പനം വാസു. പക്ഷെ അവന്റെ കല്യാണം കഴിഞ്ഞ് ഭാഗ്യത്തിന് ഡൈവോഴ്സായി. വേണമെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. ചെക്കൻ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് കരുതി പേടിക്കണ്ട. അധികം ഓടിയിട്ടില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ എന്റെ മനസ്സിലുള്ള ചെക്കനെ ആരും ഓടിക്കാൻ നോക്കണ്ട. അദ്ദേഹം എന്നേ അവിടെ കുടിൽ കെട്ടി താമസിച്ചു കഴിഞ്ഞു. ബാലേട്ടാ, എന്റെ ബാലേട്ടാ. സവാരി ഗിരി 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 ഗിരി. എന്റെ മറിയാമേ, നീ കിടന്ന് മറി മറി മറി. ബാലേട്ടാ, ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ ഈ ഉള്ള കാലം മുഴുവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് നിന്റെ കുടുംബത്തോടെയുള്ള കുഴപ്പം. കണ്ണ് തെറ്റിയാൽ എണ്ണ എടുത്ത് കണ്ണിലൊഴിക്കാം. നിന്റെ അടുത്ത് ആര് പറഞ്ഞടി ആവശ്യമില്ലാത്തടത്ത് എണ്ണ എടുത്തൊഴിക്കാൻ? ചേട്ടാ, എണ്ണയും വെണ്ണയൊക്കെ വിട് ചേട്ടാ. നമ്മുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞു, ഞാൻ അറിഞ്ഞു. നമ്മുടെ ഈ കല്യാണത്തിന് എതിര് നിൽക്കുന്നത് നിന്റെ ആ വൃത്തികെട്ട ആങ്ങളെയാണെന്ന്. അവനോട് പറഞ്ഞേക്ക്, വാഴയില വെട്ടി വിരിച്ച് കാത്തിരുന്നിട്ട് മതി എന്നോട് കളിക്കാനെന്ന്. വാടിയെന്ന് ചെല്ലും അവന്റെ അടർവാട്ടിലേക്ക്. അവന്റെ 3 അടി 4 ഇഞ്ചിൽ ഞാൻ സവാരി ഗിരിഗിരി നടത്തും. പലതുണ്ട് എന്റെ കയ്യിൽ, പല സൈസിൽ പെട്ടക്കുന്നത്. ചേട്ടാ, എന്റെ ചേട്ടനാണ് ചേട്ടാ. ചേട്ടന്റെ ചേട്ടൻ ചേട്ടാ.
കരഞ്ഞതാണോ, ചിരിച്ചതാണോ, അതോ എന്നെ പേടിപ്പിച്ചതാണോ? നോക്കിക്കോ, ഞാനിനി മിണ്ടില്ല. അപ്പോഴേക്കും പിണങ്ങിയോ മുണ്ടക്കൽ മറിയേ? ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കാൻ, ഇങ്ങോട്ട് നോക്കാൻ. നിന്റെ കവിളല്ല ചുമന്നിരിക്കുന്നത്? നിന്റെ കവിളിൽ എന്താ? കവിളിടയിൽ കുങ്കുമമോ പരിഭവവർണ്ണപരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി മറിയാമേ നിന്റെ ചൊടിയിൽ വിരിയും അഴകിൻ മധുര പലതുകരോ ചേട്ടൻ രാവിലെ എന്തെങ്കിലും കഴിച്ചോ? യെസ്, മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിച്ചിട്ടാണ് ഞാൻ വന്നത്. ചേട്ടാ, ആട് ആട്. ഇതാടല്ല, ഫോൺ. ആട് ഫോൺ. ഇവൻ ആടായും മാടായും ഇരിയായും പുലിയായും വേണമെങ്കിൽ തൂണ് പിളർന്ന് നരസിംഹമായും പുറത്തു വരും. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അതെ, ഞാൻ തന്നെ. എനിക്കൊരു വാക്കേ ഉള്ളൂ. 4ാമത്തെ പെഗിൽ 5ാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോഴേക്കും 6ാമത്തെ പെഗ് അടിക്കാൻ ഞാൻ എത്തിയിരിക്കും. ആരാ ചേട്ടാ ഫോണിൽ? മറിയാമ്മ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, നീരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അത് വേ, ഇത് റേ, ഇത് ധാരാവി. ധാരാവി ബാ. ഒറ്റ രാത്രി കൊണ്ട് കഴുകി വെളുപ്പിച്ചവനാണ് ഈ ഞാൻ. അതെന്തിനാ ചേട്ടാ? കൂടെയുള്ളവർ വാള് വെച്ച് വൃത്തികേടാക്കിയാൽ പിന്നെ കഴുകി വൃത്തിയാക്കാതെ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ അവന്മാര് വെറുതെ വിടുവോ? അമ്മായിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 4 കുടം വെള്ളമെടുത്ത് അവരുടെ തലയിൽ ഒഴിച്ചു. ഈ ഷർദിലോ കി സിന്ദഗി കഴുകിയാലും കഴുകിയാലും ഖതം നഹി ഹോ ജാതി. എത്ര തേച്ചാലും കുളിച്ചാലും ചേട്ടൻ എന്റെ മനസ്സിൽ നിന്ന് ഖതം നഹി ഹോ ജായേ ഹേ. ഓക്കേ, ഞാൻ പോയിട്ട് വരാം. അവന്മാര് 4ാമത്തെ പെഗിൽ 5ാമത്തെ ഐസ് ക്യൂബ് ഇടുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. അല്ലെങ്കിൽ മുഴുവൻ അവന്മാരെ അടിച്ചു തീർക്കും. ചേട്ടാ, പാലട്ടാ. ക്യാ? ചുമ്മാ. അമ്പോ മഹാദേവാ. അത് ശരി, നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനാണല്ലേ ആ ബാറിൽ നിറങ്ങാത്ത ബാറാം തമ്പുരാൻ. ആ കള്ളൂടിയെ ഇനിയും നീ മറന്നില്ലെങ്കിൽ ഞാൻ സൈലന്റ് അടിച്ച് തെങ്ങിന്റെ മണ്ടയ്ക്ക് ഒരു കൈവിട്ട് റെയിൽ പാളത്തിൽ തലവെച്ച് ചാടും. ശവം കടലിൽ പൊങ്ങി നടക്കും. അത് കാണാൻ നടക്കണം. ചാവട്ടി നിന്റെ കശായി ഉറപ്പിക്കും. ഈ ഔസേപ്പിനെ നിനക്ക് അറിയില്ല. ഈ മുതുവരങ്ങൾക്ക് കാവലിരുന്ന് ഞാൻ മൂത്ത് നലിച്ചു. എനിക്കിതുവരെ ഒരു പെണ്ണ് കെട്ടാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുക. അവരെ നിർബന്ധിക്കണ്ട. ഇത്രയും വയസ്സായിട്ടും അവരുടെ മനസ്സിൽ നിന്നും അവന്മാര് പോയിട്ടില്ല. ഞാൻ ഇനിയും വരും, അവരെയും കൊണ്ടുവരും, വന്നിരിക്കും.